ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ വീട്ടുവിശേഷങ്ങളാണ് കൂടുതലും കേട്ടോ. കുറച്ച് കുക്കിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെയും പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനപ്പെട്ട എന്നാന്ന് വെച്ചാൽ നമ്മുടെ തോർത്തൊക്കെ കരിമ്പൻ അടിച്ചു കഴിഞ്ഞാൽ അതിൽ കരിമ്പൻ കളയുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ടിപ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിപ്പോൾ കാണുമ്പോൾ എല്ലാവരും പല പല അഭിപ്രായങ്ങൾ വരും. പക്ഷേങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ വന്നാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ അതിനു വേണ്ടി കുറച്ച് പേര് ഇരിപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഹെയർ റിമൂവ് ചെയ്യുന്നതിൻ്റെ ലിബിൻ്റെ അവിടുത്തെയും പിന്നെ താടിയുടെ അവിടുത്തെയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ കാണിച്ചായിരുന്നു. ഹെയർ ഇങ്ങനെ പോകും, അത് വരത്തില്ല, ഇതുണ്ട്. ഇതുവരെ എനിക്ക് കിളുത്തിട്ടില്ല. ഇങ്ങനെ അല്ലായിരുന്നു, ഇവിടെ എല്ലാം കട്ടിയിലുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ എനിക്ക് കിളുത്തിട്ടില്ല കേട്ടോ. ഞാൻ മഞ്ഞളെന്നാൽ എല്ലാ ദിവസവും പോലും ഇടുന്നില്ല, എനിക്ക് തോന്നുമ്പോഴൊക്കെയാണ് ഇടുന്നത്. എന്നിട്ട് പോലും പക്ഷെ ഭയങ്കര കട്ടിയിലുണ്ട്. എനിക്ക് ഹോർമോൺ പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ട് നല്ല കട്ടിയിലായിരുന്നു വരുന്നത്. ആ വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ കുറേ പേര് വന്നേച്ച് അങ്ങനെ ചെയ്തത്. ഒരാൾ വന്നേച്ച് പറഞ്ഞു ഓമയ്ക്ക അരച്ച. അതിൻ്റെ താഴെ കുറേ കമൻറ്റ് ഞാൻ ഇന്നാണ് കാണുന്നത്. എത്ര ദിവസം തേക്കണം, നിങ്ങൾക്ക് ആവശ്യത്തെ പരിപാടി ചെയ്യരുത്. ഈ ഓമയ്ക്ക എന്നൊക്കെ പറഞ്ഞാൽ കപ്പളങ്ങയ്ക്കാണ് ഈ ഓമയ്ക്ക എന്ന് പറഞ്ഞാൽ പപ്പായ, അതാണ് സംഭവം. അതിൻ്റെ ചൊന എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മുഖത്തൊക്കെ തേച്ചാൽ മുഖം പൊള്ളും. നിങ്ങൾക്കത് അറിയാൻ മേലാത്തതുകൊണ്ടാണ് അതിൻ്റെ തൊലി കളയാതെ അത് അരച്ച് മുഖത്തിടാനെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാർ കൊടുത്തേക്കുന്നത്. ഒരു മാസത്തോളം വരെ, ഒരു മാസം ഒന്ന് പുരട്ടി നോക്കുക. പിന്നെ ആ ഒരു കമൻറ്റിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ആ വീഡിയോ വന്ന് ആ കമൻറ്റ് ഇട്ടേക്കുന്നത് അത് ആരെങ്കിലും ചെയ്തേച്ച് ആരുടെയും മുതൽ ഞാൻ എൻ്റെ താഴെ എല്ലാവർക്കും പ്രത്യേകം കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. മുഖം പൊള്ളും എന്ന്. കാര്യം നിങ്ങൾക്ക് അറിയാൻ മേലെങ്കിൽ പ്രായമുള്ള മനുഷ്യരോട് ചോദിക്കാം, ഈ കോമയ്ക്കയുടെ കറ മുഖത്ത് തേക്കാൻ പറ്റുമോ. എനിക്ക് എൻ്റെ അങ്ങനെ തേച്ച് ഇന്ന് വരെ ആരുടെ മുഖത്ത് രോമം പോയത് ഞാൻ കേട്ടിട്ടുമില്ല. തന്നെയല്ല പച്ചമഞ്ഞൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാവരും മുഖത്ത് വെക്കുന്ന സാധനമാണ്, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ്. ചിലർക്ക് അലർജി ഉള്ളവർ അത് ഉപയോഗിക്കില്ലെന്നും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുമുണ്ട്. അത് ഞാൻ കണ്ടു. അതിൻ്റെ ഇത് വന്നിച്ച് പുള്ളിക്കാരി ഭയങ്കര ഇതായിട്ട് പറഞ്ഞേക്കുന്നത് ഓമയ്ക്ക മുഖത്ത് അരച്ച് തേച്ചോളായിരുന്നു. അത് തേച്ചേച്ച് പൊള്ളിയേച്ച് എന്നെ ആരും ഒന്നും പറയാൻ വന്നേക്കരുത്. ഞാൻ അതിന് എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, കപ്പളങ്ങ യാതൊരുവിധ റിസൾട്ടും കിട്ടുന്നതാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേങ്കിൽ മുഖം പൊള്ളും, അത് ഉറപ്പാണ്. അതാരും ചെയ്യാൻ നിൽക്കരുത് എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. അതൊന്ന്. പിന്നെ എന്നാന്ന് വെച്ചാൽ ചിലർ നമുക്കുണ്ടല്ലോ, മറ്റൊരാൾക്ക് കിട്ടിയ റിസൾട്ട് ആണെന്ന് അറിഞ്ഞാൽ പോലും അതിന് നെഗറ്റീവ് അടിക്കാൻ വേണ്ടി ടച്ചിൽ വന്നിരിക്കുന്ന കുറേ പേരുണ്ട്. എന്നാ നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നത് ഇതുകൊണ്ട്? ഈ ഒരു ടിപ്സ് കാണിച്ച് ഞാൻ എൻ്റെ മുഖത്ത് ഡയറക്റ്റായിട്ട് ചെയ്ത് കാണിച്ച കാര്യങ്ങളാണ്. ആ ചെയ്ത് കാണിച്ച കാര്യങ്ങൾ മറ്റൊരാൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, അതിന് എന്നാത്തിന് ഈ തടസ്സം നിൽക്കുന്നു? ലേസർ ചെയ്യാനെന്ന് പറഞ്ഞാൽ എല്ലാവരും അതിനകത്ത് വലിയ അഭിപ്രായം പറഞ്ഞു. ഈ ലേസർ ചെയ്യുന്നതിന് എത്ര രൂപയെന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഒരാൾ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടോ? അതിന് നല്ല റേറ്റാണ് ആകുന്നത്. അത്രയും പൈസ നമ്മുടെ മുടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തോട്ടെ എന്നല്ല വിചാരിക്കുന്നത്. അതിന് വന്ന് തടസ്സം നിന്ന് ഓരോരുത്തരെയും പറഞ്ഞ് പിന്തിരിപ്പിക്കുക. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അത് കാണുക, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എൻ്റെ കൈയുടെ കാണിച്ചായിരുന്നു. അതിന് ഇതുപോലെ തന്നെ എൻ്റെ കയ്യെ നീരാന്ന് പറഞ്ഞു. നിങ്ങൾ നോക്ക്, എൻ്റെ കയ്യെ നീരാണോ എന്ന് നോക്ക്. ഇത് കണ്ടോ, എൻ്റെ കൈ നീര് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. നീര് വെച്ചിരിക്കുന്ന ഒരു കൈ ഇങ്ങനെയാണോ ഇരിക്കുന്നത്? ഈ കൈ എന്ന് പറഞ്ഞാൽ നീര് വെച്ചിരിക്കുന്ന കൈ കണ്ടോ, ഇതാണോ നീര് വെച്ചിരിക്കുന്ന കൈ? നീര് വെച്ചിരിക്കുന്ന കയ്യിൽ നമ്മളിങ്ങനെ തൊടുമ്പോഴത്തേക്ക് ഇങ്ങനെ അമർത്ത് പോകും. നമ്മൾ അമർത്തി വെച്ചെടുക്കുമ്പോഴത്തേക്ക് ആ കൈ അവിടെ ഒരു പാട് പോലെ വരും അമർത്തിയാൽ. അങ്ങനെ കൊടുത്തേക്കുന്നു. പിന്നെ ചിലർ പറയുന്നു 40 കഴിഞ്ഞാലും കൈ ചുളുങ്ങിയല്ലെന്ന്. അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇല്ല കേട്ടോ, ചിലരുടെയൊക്കെ ഉള്ളൂ. അതുപോലെ വീട്ടിൽ ജോലി ചെയ്യാതെ സുഖമായിട്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ കൈക്ക് ചുളുകൊന്നും വരാത്തത്. ഞങ്ങളെപ്പോലെയൊക്കെയുള്ള സാധാരണക്കാർ വീട്ടിൽ എല്ലാ ജോലിയും ചെയ്ത് ജീവിക്കുന്നവരുടെ കയ്യിലൊക്കെ 40 ആകുമ്പോഴത്തേക്ക് ചുളിവൊക്കെ വീഴും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അത് ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെയും കുറേ പേര്. പിന്നെ വണ്ണം ഉള്ളത് കൊണ്ടാണ്. വണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കൈക്ക് അങ്ങനെ വലിയ വണ്ണമൊന്നുമില്ല, വിരലിനൊന്നും ഓവർ വണ്ണം. എൻ്റെ ഈ വിരലൊക്കെ തീരെ ചെറിയ വിരലാണ്, വണ്ണം കുറവാണ്. അതൊന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറ. ചുമ്മാ വന്ന് എൻ്റെ ഇതിലൊക്കെ പറയാണ്ട് കുറേ പേര് വന്നിടും കേട്ടോ. നിങ്ങൾക്കൊക്കെ ഒരു തോന്നലുണ്ട് ഈ വീഡിയോ എടുക്കലെന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള ഒരു പരിപാടിയാണ്, ഇതിനകത്തുനിന്ന് അങ്ങ് ലക്ഷങ്ങൾ വാരിയെടുക്കുമെന്ന്. അങ്ങനെ കുശുമ്പ് മൂത്തിട്ടാണ് ഇങ്ങനെ ഓരോന്നും വന്ന് പറയുന്നത്. വെറുതെയാണ്. ചില വീഡിയോ കയറിപ്പോവും, ചില വീഡിയോ ഒട്ടും വ്യൂവ് കിട്ടത്തില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ മിച്ചം. പിന്നെ എന്നെ നിങ്ങൾ ഓർക്കും എന്നത്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന് ചോദിക്കും. അത് നമ്മുടെയൊക്കെ സ്വന്തമായിട്ടുള്ള ഇഷ്ടമല്ലേ. പിന്നെ ആരും ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണുക, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ എല്ലാവരോടും പറയുന്നുള്ളൂ. ഇത് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല കേട്ടോ. ഈ ഓരോ വർത്തമാനങ്ങൾ കേട്ടിട്ട് നമുക്ക് സ്വയം മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴത്തേക്ക്. അതുകൊണ്ട് പറയുന്നതാണ്. പിന്നെ ഞാൻ വീട്ടിൽ ജോലി ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, തോർത്തയിലെ കരിമ്പൻ കളയുന്നതാണ് ടിപ്സ് ചെയ്യുന്നത്. ആ തോർത്തയിലെ കരിമ്പൻ കളയുന്നത് ഞാൻ എങ്ങനെയാണെന്ന് വീഡിയോയിലൂടെ കാണിച്ചു. പക്ഷേ ആദ്യം ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് വെച്ച് തന്നിട്ട് അത് ഡിലേറ്റ് ആയിപ്പോയായിരുന്നു. അപ്പോൾ അത് ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ, തലേ ദിവസം തോർത്തെല്ലാം കൂടെ ഞാൻ അടുപ്പിലാണ് വെച്ച് പുഴുങ്ങി കേട്ടോ. ഇനി അടുപ്പില്ലാത്തവർക്ക് ഗ്യാസ് വെച്ചാണെങ്കിലും ചെയ്യാം. കാര്യം നല്ലപോലെ തിളക്കണം. അതുകൊണ്ടാണ് ഒരുപാട് തോർത്തും ഉണ്ടായത്. മഴയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ, ഇപ്പോൾ നമുക്ക് വീണ്ടും മഴക്കാലം പോലെയുള്ള അവസ്ഥയായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മഴയൊക്കെ ഇനിയിപ്പോൾ അങ്ങ് മാറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ തോർത്തൊക്കെ
അന്നേരമാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കാണ്, അന്നേരമല്ല മഴ സമയത്തോട്ട് നമ്മൾ കാണും. പിന്നെ എന്നാ വെച്ചാൽ ഈ മഴയും പിടിച്ച് നമ്മൾ എന്നാ ചെയ്യാനാന്ന് നോക്കി, കൊച്ചു പിള്ളേരല്ല മുതിർന്നതിൻ്റെയൊക്കെ പണി തന്നെയാണ്, ഇവിടെ ഉള്ളതിൻ്റെയൊക്കെ പണി തന്നെയാണ്. കുളിക്കാൻ തോർത്തെടുത്തോണ്ട് പോകും, അത് കൊണ്ടുവന്ന് ചുരുട്ടി കൂട്ടി എവിടെയെങ്കിലും ഇടും. പിറ്റേ ദിവസം ആ തോർത്തായിരിക്കല്ലോ എടുക്കുന്നത്, അടുത്ത തോർത്ത് അലമാരിയിൽ നിൽക്കും. അങ്ങനെ എല്ലാം കൂടി തോർത്തെവിടെയെന്ന് ചോദിക്കാൻ പറയും, അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയും. പിന്നെ നമ്മളൊന്ന് തപ്പാൻ കയറി നോക്കുമ്പോഴാണ് കട്ടിലിൻ്റെ മൂലയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ചുരുട്ടി കൂട്ടിയിട്ടേക്കുന്നത്. അന്നേരത്തേക്ക് അത് കരിമ്പൻ അടിച്ചിട്ടുണ്ടായിരിക്കും. മഴ സമയത്ത് പെട്ടെന്ന് തുണിയെ കരിമ്പൻ അടിക്കുന്ന, നനഞ്ഞ തുണി ചുരുട്ടി കൂട്ടി ഇട്ടാൽ. അപ്പം അങ്ങനെയുള്ള ആകുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ പുതിയ തോർത്തൊക്കെ ആയിരിക്കും കരിമ്പൻ അടിച്ചേക്കുന്നത്. അപ്പം അങ്ങനെയുള്ള തോർത്തൊക്കെ നമുക്ക് കളയാൻ പോലും മനസ്സ് വരത്തില്ല. ഞാൻ ചിലതൊക്കെ എടുത്ത് കൈക്കല് പിടിക്കാൻ എടുക്കാറുണ്ട്. പക്ഷേ കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ ഇതുപോലെ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ, തലേ ദിവസം നമ്മൾ വലിയൊരു പാത്രത്തിലോട്ട് ഇച്ചിരി വെള്ളം വെച്ച്, നമ്മുടെ തോർത്ത് എന്തോരം ഉണ്ടോ അതിനനുസരിച്ച് വെള്ളം വെക്കുക. വെള്ളം വെച്ച് നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തൊരു സോപ്പ് കട്ട ഇടാം. അത് ഏത് സോപ്പ് കട്ട വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് സൺലൈറ്റിൻ്റെ ചെറിയ സോപ്പ് കട്ട മേടിച്ച് അതിൻ്റെ പകുതിയാണ് മുറിച്ചെടുത്തേക്കുന്നത്. അതല്ല നിങ്ങളുടെ കയ്യിലുള്ള സോപ്പ്, ഡോക്ടർ വാഷോ ഏത് സോപ്പ് വെച്ചാൽ പതയുള്ള സോപ്പ് ഇടുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. അങ്ങനെ ഒരു സോപ്പ് ഇട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് തോർത്തെല്ലാം കൂടെ മുക്കി വെക്കുക. മുക്കി വെച്ച് അടച്ച് വെച്ച് ഒന്നും കൂടെ നല്ലപോലെ തിളപ്പിക്കുക. അന്നേരം തന്നെ നമുക്ക് കാണാം. നമ്മളിപ്പോൾ പറയും തോർത്തൊക്കെ ദിവസം ഞങ്ങൾ കഴുകാറുണ്ടെന്ന് പറയും. ശരിയാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെ ആരും കല്ലിലടിച്ച് കഴുകാറില്ല, മെഷീനകത്തിലാണ് കഴുകാറില്ല. അത് എത്ര കഴുകിയെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ അതിൽ അഴുക്ക് കാണും, അതിൽ എണ്ണമയം പോലെ കാണും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പുഴുങ്ങിയെടുക്കാന്നുണ്ടെങ്കിൽ ആ എണ്ണമയം മൊത്തം പോയി തോർത്ത് നല്ല പുത്തം പോലാകും. അപ്പോൾ അങ്ങനെ നമ്മളത് കളറുള്ള തോർത്തും നമുക്ക് പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഞാൻ കളറുള്ള തോർത്തും എല്ലാം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എല്ലാം പുഴുങ്ങിയെടുത്തതിന് ശേഷം അന്ന് നമ്മളതവിടെ വെക്കും. വൈകിട്ടാണ് ഞാനത് പുഴുങ്ങി വെക്കുന്നത്. പിറ്റേ ദിവസം രാവിലത്തേക്ക് എടുക്കത്തുള്ളൂ. കാര്യം അന്നേരം നമ്മൾ എടുക്കാൻ നിന്നാൽ ഭയങ്കര ചൂടായിരിക്കും അതിന്. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ അതിന് ചൂട് കാണും, പക്ഷെ നമുക്കത് സഹിക്കാവുന്ന ചൂടേ ഉള്ളൂ. തുണി കഴുകിയെടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ അലക്കല്ലേൽ അലക്കുന്നത്, ഞാൻ ഇതിനകത്ത് വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് എങ്ങനെ അലക്കുന്നതെന്ന്. നമ്മൾ തുണി വലിച്ചലക്കരുത് ഒരിക്കലും. കുത്തി പിഴിഞ്ഞ് അലക്കുന്ന പോലെ ഈ കുത്തി വേണം അലക്കാനായിട്ട്. അത് അലക്കുന്നത് നമ്മൾ ഈ അടിച്ചലക്കി സൗണ്ട് കേൾക്കത്തില്ല. അങ്ങനെ നമ്മൾ അലക്കുമ്പോഴത്തേക്ക് തുണി പെട്ടെന്ന് കീറിപ്പോകും, ചെളിയും പോകത്തില്ല. അതേസമയം നമ്മൾ അല്ലാതെ ഞാൻ അതിനകത്ത് അലക്കുന്ന കാണിച്ചിട്ടുണ്ട്. അതുപോലെ അലക്കാന്നുണ്ടെങ്കിൽ അതിൽ ചെളിയും പോവും, വലിയ സൗണ്ടും വരത്തില്ല. അപ്പോൾ അങ്ങനെയാണ്. അതൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ കല്ലിൽ തന്നെ, പിന്നെ ഞാൻ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ആ അലക്കല്ല് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ അലക്കല്ലാണ് കേട്ടോ. അല്ലാതെ ഇവിടെ മേശിനിമാരെ നിർത്തിയൊന്നും പണിയിച്ചൊന്നുമല്ല. ഞാൻ സ്വന്തമായിട്ട് അലക്കെടുത്ത അലക്കല്ലാണ്. അപ്പോൾ അതൊക്കെ ഒരു സിമെൻറ്റൊക്കെ കുഴയ്ക്കണമെങ്കിൽ കയ്യെ ഗ്ലൗസ് ഒന്നുമില്ല. ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാം, ഞാൻ പഴയ ഇതിൽ ഇട്ടിട്ടുണ്ട്, പഴയ എൻ്റെ വീഡിയോയിലുണ്ട്. അതൊക്കെ ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല എൻ്റെ ചാനലിലെ വീഡിയോസ് ഒന്നും. അപ്പോൾ ആ വീഡിയോയിലെല്ലാം ഉണ്ട് അന്ന് ആ സിമെൻറ്റ് കുഴച്ചതും ഒക്കെ ഒരു കയ്യോറ ഒന്നുമില്ലാത്ത. പക്ഷേ ഇതെല്ലാം ചെയ്താലും ഞാൻ എൻ്റെ കൈക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൈ നല്ല വൃത്തിക്കിരിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കിയൊക്കെ വീഡിയോയിലൂടെ കാണാം. വീണ്ടും ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് രാവിലത്തെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കണ്ടുവച്ച് ബാക്കി നമുക്ക് ഈ തോർത്തല കരിമ കളയുന്ന വീഡിയോസാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിനി ബാക്കി വിശേഷത്തിലൂടെ ഇനി തോർത്ത് അലക്കിയപ്പം ഇന്നൊരു ദിവസം ഞാൻ തോർത്ത് ഇപ്പോൾ അലക്കിയെല്ലാം എടുത്ത് കഴിഞ്ഞു. ഇനി മഴയായതുകൊണ്ട് എനിക്ക് വീണ്ടും വെളിയിലിറങ്ങി അലക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നാളത്തേക്കാണ് അത് ബ്ലീച്ചിങ് പൗഡർ മുക്കാനായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് വിരിച്ച്, ശരിക്കും ഉണങ്ങത്തൊന്നുമില്ല. നല്ല മഴയും തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഉണങ്ങി കിട്ടത്തില്ല, ചെറുതായിട്ടൊന്നും വാടി കിട്ടത്തേ ഉള്ളൂ. അത് കുഴപ്പമില്ല. നമ്മൾ വിരിച്ചെണ്ണം പിഴിഞ്ഞ പടിയെ വെക്കരുത്. വിരിച്ചിട്ടേച്ച് ഇന്നിപ്പോൾ അത് ഇന്നല്ല നാളെ ഞാനത് ബ്ലീച്ചിങ് പൗഡറിനകത്ത് രാവിലെ മുക്കി വെച്ചേച്ച് ബാക്കി നമുക്ക് വീഡിയോയിലൂടെ കാണാം. ആണോ? കണ്ടില്ലേ ചേച്ചി? ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ കപ്പ എപ്പോൾ പറിച്ചാലും ഞങ്ങൾക്കും കിട്ടാറുണ്ട് കേട്ടോ. അതിൻ്റെ പങ്ക് ഇതാണ്. നല്ല വേവുന്ന കപ്പയാട്ടോ ചേച്ചി, നല്ലപോലെ വേവുന്ന കപ്പയാണ്. മഴ നനയാതെ, മഴ നനഞ്ഞാൽ ഇനി അടുത്ത പനിയും കൂടെ പിടിക്കും. എനിക്ക് 2 ശംഖുപുഷ്പത്തിൻ്റെ തൈ ഇവിടെ ഇല്ല, അന്ന് ഞാൻ താഴെ വരാം. ആണോ? ഞാൻ ഇതിനകത്തുനിന്ന് കിളിപ്പിച്ചേച്ചേ ഇങ്ങോട്ടങ്ങ്. ആണോ? അല്ല, അങ്ങോട്ട് വരാതെ ഇങ്ങോട്ട് വലിച്ചിട്ടാൽ മതി. രാവിലത്തെ നമ്മുടെ കപ്പയ്ക്ക് നല്ല അടിപൊളി മീൻകറിയാണ്. ഇത് മോതയാണ്, പീസ് ഒക്കെ എടുക്കുന്ന മീനില്ലേ, അതാണ്. അത് കറി വെച്ചൊക്കെയാണ്. ഇനി കപ്പയും കൂടെ വേവിച്ച്, ഇതാണ് ഇന്ന് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ ഇന്ന് അവധി ദിവസം കൂടെ ആയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കപ്പയൊക്കെ ആക്കി രാവിലെ മീൻകറി ഉണ്ടാക്കുന്നത് കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ കപ്പയും തൈരും ചോറും കാന്താരിയൊക്കെ ഇട്ട് നല്ല അടിപൊളി പഴങ്കഞ്ഞി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവർക്കൊക്കെ കപ്പയും മീൻകറിയും മാത്രം മതി. കണ്ണൻ കഴിക്കും കേട്ടോ, തൈരും ഒക്കെ കൂട്ടി. കണ്ണന് ഇഷ്ടമാണ്. പിന്നെ കഴിക്കാത്ത ഒരാൾ അച്ചുവിനും കപ്പയും മീൻകറിയും മാത്രമേ ഉള്ളൂ ഇഷ്ടം. അപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇതാണ്. നല്ല അടിപൊളി ഫുഡാണ്. ഞങ്ങളത് കഴിച്ചേച്ച് പിന്നെ കാണാവേ.
ഞാനിത് ഇന്നലെ സോപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച് വെച്ചതാണ് കേട്ടോ. ഇപ്പോഴും ചെറിയ ചൂടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു, പക്ഷേ ഉണ്ടല്ലോ അതൊക്കെ ഡിലേറ്റ് ആക്കിയ കൂട്ടത്തിലങ്ങ് പോയെന്നേ. അതുകൊണ്ട് ഇത് തോർത്തെല്ലാം ഞാൻ പുഴുങ്ങി അലക്കിയതാണ്. പുഴുങ്ങി അലക്കിയില്ല, പുഴുങ്ങി വെച്ചേക്കുവാണ്. ഇനി ഇത് അലക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ പിള്ളേർ ഉപയോഗിക്കുന്ന ഈ തോർത്തൊക്കെ ഇഷ്ടം പോലെ കരിമ്പനുണ്ട് കേട്ടോ. ആ കരിമ്പൻ പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ല മഴയാണ് വെളിയിൽ. എന്നാലും ഇറങ്ങി അലക്കാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇതുണ്ട് ഇതുപോലെ കരിമ്പനാണ് തോർത്തൽ. ഇത് വെള്ള തോർത്താണ്. അപ്പോൾ ഇതെല്ലാം കരിമ്പൻ എങ്ങനെ കളയുന്നതെന്നുള്ളത് ഇതിപ്പോൾ ഞാൻ പുഴുങ്ങിയെടുത്ത് അലക്കിയെടുക്കുന്നുള്ളൂ. പുഴുങ്ങിയെടുത്ത് അലക്കുമ്പോൾ കരിമ്പൻ പോകത്തില്ല കേട്ടോ. അത് കഴിഞ്ഞാണ് കരിമ്പൻ പോകാൻ ഞാൻ എന്നാ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം വീഡിയോയിലൂടെ. ഇപ്പം നല്ല കരിമ്പനാണ് കേട്ടോ. ഇതുപോലെ ഇതിനകത്തിരിക്കുന്ന ഇതിൻ്റെ ആ ഒരു വെള്ള തോർത്തെ കരിമ്പനൊന്നുമില്ല. ബാക്കി തോർത്തലെല്ലാം കരിമ്പനുണ്ട്. പിന്നെ കളറുള്ള തോർത്തും ചുമ്മാ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. എന്നു വെച്ചാൽ എണ്ണമയവും ഒക്കെ ഒന്ന് പോയി തോർത്തൊന്ന് വൃത്തിയാകാനായിട്ട്. സ്റ്റോപ്പ് ചെയ്ത് തോർത്ത് അലക്കുമ്പം എപ്പോഴും എന്നാ ചെയ്യണമെന്നറിയാമോ? തോർത്ത് കൊണ്ട് ഇങ്ങനെ ഇതുപോലെ നിവർത്തി എടുത്ത് വെച്ച് നീളമുള്ള തോർത്താകുമ്പോൾ ഇങ്ങനെ ഇതുപോലെ വേണം മടക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ അലക്കുമ്പം ഇങ്ങനെ അലക്കല്ല്, ഇങ്ങനെ വേണം അലക്കാനായിട്ട്. കുത്തി അലക്കുക എന്ന് പറയും, കുത്തി. അങ്ങനെ അലക്കിയാലേ ഈ തോർത്തയിൽ ചെളി ശരിക്കും പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ചെളി അവിടെ ഇരിക്കും, തുണി കീറി പോകത്തേ ഉള്ളൂ അല്ലാതെ അലക്കുമ്പോഴത്തേക്ക്. ഇതിപ്പോൾ ഞാൻ അലക്കി കഴിഞ്ഞ തോർത്താണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. മഴയായിരുന്നു ഇവിടെ, ഭയങ്കര മഴയായിരുന്നു. വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. എന്നിട്ട് ഈ തോർത്തിനി നിവർക്കണം. നിവർത്തി വെച്ച് ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കി വെച്ച് നീളമുള്ള തോർത്താണെങ്കിൽ ഒന്നും കൂടെ ഇങ്ങനെ പിടിച്ച് വെച്ച് ഇവിടവും കൂടെ ഒന്ന് ഇങ്ങനെയും കൂടെ അലക്കണം. എന്നാലും ഇതല്ലേ അഴുക്ക് നല്ലപോലെ പോകത്തുള്ളൂ. നമ്മുടെ തോർത്തൊക്കെ ഇന്നലെ കഴുകിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇന്നലെ ബാക്കി പരിപാടിയൊന്നും ഇതിൻ്റെ കരിമ്പൻ കളയാനുള്ള ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ കഴുകിയെടുത്ത് ഞാൻ വിരിച്ചിട്ടൊന്ന് വാടി കെട്ടിയിട്ടുണ്ട്. ഇതുണ്ട്, ഇതെല്ലാം അഴുക്കൊക്കെ നല്ലപോലെ പോയി കേട്ടോ. പക്ഷേങ്കിൽ കരിമ്പൻ മാത്രമാണുള്ളത്. ഇത് കണ്ടോ, നല്ലപോലെ കരിമ്പ്. ഇതൊക്കെ ഭയങ്കര കരിമ്പനാണ്. ഇതൊക്കെ ഞാൻ ഇനി കൈക്കല പിടിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കാനായിട്ടിരുന്നായിരുന്നു. പക്ഷേ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ ചെയ്ത് ഇങ്ങനെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഓർത്ത് വേറെ കീറലോ കാര്യങ്ങളോ ഒന്നുമില്ല തോർത്തിന്. ഇച്ചിരി കരിമ്പനേ ഉള്ളൂ. അപ്പോൾ അത് കളഞ്ഞെടുക്കുവാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി ഞാൻ എന്നെ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാവേ. ഞാൻ ബക്കറ്റിലേക്ക് ബ്ലീച്ചിങ് പൗഡറാണ് ഇടുന്നത്. ഒത്തിരി തോർത്തുണ്ട് കേട്ടോ. അതിന് ഞാൻ ആവശ്യത്തിനുള്ള ബ്ലീച്ചിങ് പൗഡർ ഇടുന്നു. ഇച്ചിരി ആയിട്ട് ഇടരുത്, നമുക്ക് ആവശ്യത്തിനുള്ളത് ഇടണം. ഒത്തിരി തോർത്തുണ്ട് എനിക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് തോർത്ത് മുങ്ങിക്കിടക്കാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ചായിട്ട് ഒഴിക്കല്. തോർത്ത് മുഴുവൻ നല്ലപോലെ ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. ഒട്ടും തോർത്ത് വെള്ളത്തിന് മേളിൽ കിടക്കരുത്.
വെള്ളം ഒഴിച്ചിട്ട് ഒരു കമ്പായിരുന്നു. ഞാൻ കമ്പൗണ്ടാണ്, എനിക്ക് കൈയിടുന്നത് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ബ്ലീച്ചിങ് പൗഡർ മണം ഒട്ടും ഇഷ്ടമല്ല. അല്ലെങ്കിൽ കൈയിടായിരിക്കും നിൽക്കുന്നത്, നമ്മുടെ കൈയൊക്കെ വല്ലാതെ ആകും. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഒരു കമ്പൗണ്ട് നല്ലപോലെ ഇളക്കി അതിൻ്റെ അടി കട്ട വല്ലതും പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതെല്ലാം ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമുക്ക് ഏറ്റവും കരിമ്പിൻ കൂടുതൽ ഏത് തോർത്തയിലാണോ ആ തോർത്ത് ആദ്യം ഇതിലേക്ക് മുക്കാവേ. ഇതിനാണ് ഏറ്റവും കൂടുതൽ കരിമ്പൻ കേട്ടോ. കണ്ടോ, കാണാമല്ലോ. ഇതിലേക്ക് മുക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള എല്ലാ തോർത്തും ഇതുപോലെ മുക്കിയിടുക. ബ്ലീച്ചിങ് പൗഡറിൻ്റെ ലിക്വിഡൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ലിക്വിഡിനേക്കാൾ നല്ലത് ഈ പൊടി തന്നെയാണ് കേട്ടോ. ഒത്തിരി തോർത്തുണ്ട്, അതാണ് ഞാൻ ഇത്ര എടുത്തേക്കുന്നത്. എല്ലാം ഈ പിള്ളേർ ഓരോ അലമാരിയിൽ നിന്ന് എടുത്ത് കൊണ്ട് വെച്ച് നനച്ച് അവിടെ ഇടും. അതാ കുളി കഴിഞ്ഞ് വെച്ച് വിരിച്ചിടുകയില്ല. ഞാനിതെല്ലാം ഒന്ന് മുക്കി വെക്കട്ടെ. മുഴുവൻ തോർത്ത് ഞാനകത്ത് മുക്കി വെച്ച് ഇതുപോലെ മുങ്ങിക്കിടക്കണം കേട്ടോ, എന്നാലേ പോവുള്ളൂ. അല്ലാതെ തോർത്ത് പൊങ്ങിക്കിടന്നാൽ അതിൽ കരിമ്പൻ പോകത്തില്ല. ഇനി ഇതൊരു 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എടുക്കാവേ. ഇന്നും മഴയാണ് കേട്ടോ. പക്ഷെങ്കിൽ നേരത്തെ എത്രയും കൂടി ശക്തിയിലൊന്ന് പെയ്ത് കഴിഞ്ഞു. ഞാൻ മഴയാണെങ്കിലും കഴുകിയെടുക്കാൻ പോവാണ്. അപ്പം ഞാനിതൊരു 1 മണിക്കൂറോളമായി കേട്ടോ ഇതിങ്ങനെ മുക്കി വെച്ചിട്ട്. ഇതുണ്ട്, തോർത്തൊക്കെ ഇപ്പോൾ ആ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് അലക്കിയെടുക്കാം. ഇത് കണ്ടോ, ഇതിലൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് നല്ലപോലെ അലക്കിയെടുക്കണം നമ്മൾ. ഇന്നലെ നമ്മൾ അലക്കിയ പോലെ തന്നെ തോർത്ത് ഇതേണ്ട ഇങ്ങനെ പിടിച്ച് ഒരു ശകല സോപ്പ് കൂടെ ചേർക്കണം. എന്നിട്ട് ഇതുണ്ട്, ഇതാണ് കുത്തി അലക്കാന്ന് പറയും ഇങ്ങനെ അലക്കുന്നതിന്. ഇതുണ്ട്, ഇങ്ങനെ മറ്റേത് നമ്മളതിൻ്റെ ഇങ്ങനെ അലക്കും. അന്നേരം എന്നാ വെച്ചാൽ തുണി കീറിപ്പോത്തേ ഉള്ളൂ. തുണിയിലെ ചെളിയും പോകത്തില്ല, തുണിയും കീറിപ്പോവും. ഇതുണ്ട്, ഇത് ഇങ്ങനെ അലക്കണം. ഇതുണ്ട്, തോർത്ത് വെളുക്കുന്നുണ്ടോ? ഇതെല്ലാം കരിമ്പം പോകുന്നതിൻ്റെയാണ് ഈ വെളുപ്പ് വരുന്നത്. മുഴുവൻ തോർത്തും ഭയങ്കര കരിമ്പനായിരുന്നു കേട്ടോ. തോർത്തിൻ്റെ കളർ കണ്ടോ ഇപ്പം? ഇത് കണ്ടോ, നല്ലപോലെ കളർ വെച്ച് തോർത്ത്. ഇനി ഇത് മുഴുവനൊന്നും അലക്കിയെടുക്കട്ടെ. മൊത്തം 10 തോർത്തുണ്ടായിരുന്നു കേട്ടോ കഴുകാനായിട്ട്. ഇത് കണ്ടോ, ഇതിലായിരുന്നു ഏറ്റവും കൂടുതൽ കരിമ്പനുണ്ടായിരുന്നത്. ഇതുണ്ട്, അതിനൊരു മങ്ങലുണ്ട്. എന്നിട്ട് പക്ഷേങ്കിൽ കരിമ്പ് മുഴുവൻ പോയിട്ട് അതിനിങ്ങനെ ക്യാമറ ഇങ്ങനെ പിടിച്ചെടുക്കുന്നതുകൊണ്ടാണ് കറക്റ്റായിട്ട് അറിയാത്തത്. കണ്ടോ, അതിൽ കരിമ്പ് മുഴുവനും പോയി. ഭയങ്കരമായിട്ടും കറുത്തിരിക്കുമായിരുന്നു, ഭയങ്കര കരിമ്പനായിരുന്നു. ഈ തോർത്തയിലും നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ കരിമ്പനൊക്കെ. നമ്മുടെ ചുമലത്തോർത്താണ് അത്. ഇതിലെല്ലാം കരിമ്പന, ഇതൊക്കെ ഭയങ്കര കരിമ്പനായിരുന്നു കേട്ടോ. ഒരു ശകലം പോലും ഈ കരിമ്പനില്ലാത്തതില്ലായിരുന്നു. ഇതേല ഈ 10 തോർത്തും അപ്പടി കരിമ്പനായിരുന്നു. പക്ഷേങ്കിൽ നല്ല അടിപൊളിയായിട്ട് വെളുത്ത് കിട്ടി കേട്ടോ, നല്ല പോലെ. അത് അപ്പടി കരിമ്പൻ എന്ന് പറഞ്ഞാൽ കറുത്തിരുന്ന തോർത്താണ്. അതിലൊരു ചെറിയൊരു ചുവപ്പ് പോലെ. പക്ഷെ എന്നാലും അത് വീഡിയോയിലൂടെ കാണുമ്പോൾ കേട്ടോ അത്രയും തോന്നി, നേരിട്ട് കാണുമ്പോഴത്തേക്ക് അത്രയും തോന്നത്തില്ല. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതെങ്ങനെ അവിടെ ആ ഒരു ഇങ്ങനെ കളർ വ്യത്യാസം ഇതിൻ്റെ പുറകിലത്തെ മഞ്ഞ കളർ ഇതിലോട്ട് ഇത് കണ്ടോ, ഇത് കണ്ടോ, ആ മഞ്ഞ കളർ ഉള്ളത് കൊണ്ടാണ്. ഇതുണ്ട്, ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ച് നോക്കുമ്പം കണ്ടോ ഇതിലൊക്കെ കരിമ്പം നല്ലപോലെ പോയിട്ടുണ്ട്. ഇത് കണ്ടോ, കണ്ടോ, ആ കറുത്തിരുന്ന തോർത്താണ്. ഇതാ പുറകിലത്തെ ആ നെറ്റിൻ്റെയും കൂടെ വന്നേക്കുന്നുണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പം ഇതൊന്നും എൻ്റെ കണ്ടുപിടുത്തല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചിയൊക്കെയാണ് ഇങ്ങനെ കരിമ്പനൊക്കെ അടിച്ചിരിക്കുമ്പോഴത്തേക്ക് തോർത്തൊക്കെ ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൊണ്ടിട്ട് കരിമ്പനൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മച്ചിയായിരുന്നു ഇങ്ങനത്തെ വിദ്യയൊക്കെ ചെയ്യുന്നതും കണ്ടിട്ടുള്ളത്. അത് എനിക്ക് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മയുടെ ചെയ്യുന്ന കണ്ടു പഠിച്ചതാണ്. അപ്പം അങ്ങനെ ഞാനും എൻ്റെ ഇവിടുത്തെ കരിമ്പനടിക്കുന്ന തോർത്തൊക്കെ ഇങ്ങനെയൊക്കെയാണ് കഴുകിയെടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടാണ്. മുഴുവനും കരിമ്പനും പോയി കിട്ടും.
ഒരു തുള്ളി പോലും അതേ കാണത്തില്ല കേട്ടോ. പക്ഷേ ബ്ലീച്ചിങ് പൗഡർ ഇട്ടൊന്നും പണ്ട് തുണി പിഞ്ചുന്നോ ഒന്നും ആരും വിചാരിക്കേണ്ട. ഞാനത് അലക്കിയാണ് എടുത്തേക്കുന്നത് കല്ലിൽ തന്നെ. പിന്നെ ഒരു കാര്യമുണ്ട്, വാഷിംഗ് മെഷീൻ അതിട്ടാൽ ഇത്രയും വെളുപ്പ് കിട്ടത്തില്ല കേട്ടോ. നമ്മൾ കല്ലിൽ തന്നെ കഴുകിയെടുക്കണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്നൊക്കെ പറയുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.